യാക്കോബ് വലിയൊരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു. ഫസ്റ്റ് സെഞ്ചുറിയിൽ ആദിമ പിതാക്കന്മാർ ഈ യാക്കോബിനെ വിളിച്ചിരുന്നതായ ഒരു പേരായിരുന്നു ഒട്ടകത്തിന്റെ കാലുള്ളവൻ. ഒട്ടകത്തെ നോക്കുമ്പോൾ ഒട്ടകത്തിന്റെ ഈ രണ്ട് കാലിലും മുൻകാലിൽ ഈ രോമവും സ്കിന്നും ഒക്കെ ഇങ്ങനെ മാറിയിട്ട് എല്ല് പോലെ അല്ലെങ്കിൽ എല്ല് കാണത്തക്ക ക്രമത്തിൽ ഒരു പ്രത്യേക പാടും അതിങ്ങനെ തടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയാം. ഒട്ടകം മുട്ടുകുത്തി എഴുന്നേൽക്കുന്നു, മുട്ടുകുത്തി കിടക്കുന്നു. എപ്പോഴും മുട്ടുകുത്തിയാലേ അവന് കാര്യം നടക്കത്തുള്ളൂ, മുട്ടുകുത്തിയാലേ കാര്യം നടക്കത്തുള്ളൂ, മുട്ടുകുത്തിയാലേ അവന്റെ ജീവിതം നടക്കത്തുള്ളൂ. വിശ്വാസി പറയും, യെസ്, ഞാൻ പ്രാർത്ഥിച്ചാലേ പറ്റത്തുള്ളൂ, പ്രാർത്ഥിച്ചാലേ നടക്കത്തുള്ളൂ. വല്ലതും ജീവിതത്തിൽ നടക്കണമെങ്കിൽ പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. പ്രാർത്ഥനയില്ലാത്ത ഏതവനെയോ കുറിച്ച് കർത്താവ് പറയും, അല്ല, ഞാൻ നിന്നെ പ്രാർത്ഥന പഠിപ്പിക്കും. ചില സമയങ്ങളിൽ മക്കളാണ് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ പഠിപ്പിച്ചത്. അർത്ഥം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം പഠിച്ചത്. കീറാമുട്ടികൾ പോലെയുള്ള വെല്ലുവിളികൾ, പ്രശ്നങ്ങളാണ് നിങ്ങളെ വലിയ പ്രാർത്ഥനക്കാരിയാക്കിയത്. പല വിഷയങ്ങളാണ് നിങ്ങളെ പ്രാർത്ഥനയെ, നിങ്ങളുടെ ഭക്തിയെ, നിങ്ങളുടെ വിശ്വാസത്തെ മൂർച്ചയാക്കിയത്.